പോലീസിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഔദ്യോഗിക രേഖകൾ ചോരുന്നതായി കണ്ടെത്തൽ. ഭീകരബന്ധം സംശയിക്കുന്ന സംഘടനകൾക്ക് വരെ വിവരങ്ങൾ ചോർത്തുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. VVIPകളുടെ യാത്രാ വിവരങ്ങളും ചോരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഇത് അത്ര ചെറിയ സംഭവമല്ല. ഈ പച്ച വെളിച്ചം കത്തി നിൽപ്പുണ്ട് എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നു ഈ സംഭവങ്ങൾ, അല്ലേ? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് ഒരു നിർദ്ദേശം നൽകിയത്. അതായത് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അംഗങ്ങളായുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ വേണം. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ അഡ്മിനുകളായി വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട വിവര ശേഖരണം നടത്തുന്നുണ്ട്. ഇതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പോലീസിൽ നിന്ന് ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ ചോരുന്നു എന്നതാണ്. പോലീസ് ആസ്ഥാനത്തെ ഔദ്യോഗിക രേഖകൾ പോലും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നു. പോലീസിന് ഈ രേഖകൾ പരസ്പരം കൈമാറാൻ ഒരു സംവിധാനമുണ്ട്. അതൊരു കേന്ദ്രീകൃത സംവിധാനമാണ്. ആ സംവിധാനത്തിന് ഉപരിയായി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, പല പോലീസ് ഉദ്യോഗസ്ഥരും അംഗങ്ങളായുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭീകരബന്ധമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അംഗങ്ങളായുണ്ട്. അവർ ഈ വിവരങ്ങൾ മറ്റ് തലങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടാണ് ഏറ്റവും ഗൗരവമുള്ളത്. അതായത് നിലവിൽ ഈ പോലീസുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭീകരബന്ധമുള്ള സംഘടനകളിൽപ്പെട്ടവർ ഉള്ളതിനാൽ തന്നെ ഈ വിവരങ്ങൾ വളരെ വേഗം തന്നെ ഈ സംഘടനകളിലേക്കും എത്തുന്നു. അത് വളരെ വേഗം തന്നെ പല തലങ്ങളിലും പ്രചരിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി വളരെ കർശനമായ ഒരു നിർദ്ദേശം നൽകിയത്. അതായത് ഔദ്യോഗിക രേഖകൾ ചോരുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഭീകരബന്ധം സംശയിക്കുന്ന സംഘടനകൾക്ക് വരെ ഈ വിവരങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ ഇതുമായി തെളിവുകൾ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, നേരത്തെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കിയിൽ RSS നേതാക്കൾ ഭീകര സ്വഭാവമുള്ള സംഘടനയ്ക്ക് ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. PFIക്കാണ് അന്ന് വിവരങ്ങൾ ചോർത്തി നൽകിയത്. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോലും വിവരങ്ങൾ ചോരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഉദ്യോഗസ്ഥരെ പിന്നീട് തിരിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ടുകൊണ്ട് കർശനമായ നടപടികളിലേക്ക് നീങ്ങുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണെങ്കിൽ ആ വിവരങ്ങൾ കൃത്യമായി തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകണം. ജില്ലാ പോലീസ് മേധാവികൾ അത് പരിശോധിക്കണം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട്. പോലീസിൻ്റെ ഔദ്യോഗികമായ പല കാര്യങ്ങളും ഈ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നു. മാത്രമല്ല, നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. സംസ്ഥാനത്ത് VVIPകളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നു എന്നായിരുന്നു പ്രധാനമായും ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയത്. പോലീസിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഔദ്യോഗിക രേഖകൾ ചോരുന്നതായി കണ്ടെത്തൽ. ഇത് ഭീകര സംഘടനകൾക്ക്, ഭീകരബന്ധം സംശയിക്കുന്ന സംഘടനകൾക്ക് വരെ ഈ വിവരങ്ങൾ ചോർന്നെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. VVIPകളുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നത്, അതായത് അത്ര ചെറിയ കാര്യമല്ല. ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നോക്കൂ, ഈ വാർത്ത വളരെ വിശദമായി നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.